ഞങ്ങള് വന്നത് സത്യാമ്മയ്ക്കൊപ്പം ശാന്തിച്ചി ഇന്നത്തെ കോമ്പറ്റീഷന് സഹായിയായി പോണെന്ന് പറയാനാ. എന്റെ കുഞ്ഞെ, അക്കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. എന്നെ മനസ്സിലാക്കാത്തവർക്കൊപ്പം ഞാൻ എങ്ങനെ ജോലി നോക്കുന്നത്? അതൊന്നും ശാന്ത ഇപ്പൊ മനസ്സിൽ വെക്കരുത്. ചില തെറ്റിദ്ധാരണയുടെ പുറത്താ അങ്ങനെയൊക്കെ സത്യാമ്മ പറഞ്ഞത്. പണം തിരിച്ചു കിട്ടിയായിരുന്നു. അത് രാഘവൻ സാറിന്റെ ഓർമ്മക്കുറവ് കൊണ്ട് സംഭവിച്ചതാ. സുഖമില്ലാത്ത ആളല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്ത് വഴക്ക് പറഞ്ഞാലും സോറി എന്ന രണ്ടേ രണ്ട് വാക്കിലെല്ലാം തീർന്നു എന്ന് കരുതുന്ന നിങ്ങൾക്കൊക്കെ ചിലതൊക്കെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്ക് കുറച്ച് സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. സങ്കടം ഞങ്ങൾക്കും ഉണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ശാന്തയെ കുറ്റപ്പെടുത്തിയതിനും മാനസികമായി ബുദ്ധിമുട്ടിച്ചതിനും എല്ലാം അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം. അയ്യോ, പിള്ളച്ചേട്ടൻ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ? ഞാൻ എന്റെ സങ്കടം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതെനിക്ക് അത്രയും വേദനിച്ചോണ്ടല്ലേ. അതാ എനിക്ക് മറക്കാൻ പറ്റാത്തത്. ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് സമ്പത്തിനേക്കാൾ വലുത് അഭിമാനോ. അതിന് മുറിവേൽക്കുമ്പോ മനസ്സ് വല്ലാതെ പിടയും. അതുകൊണ്ടാ ഞാനും പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. ശാന്തിജി, മറ്റൊന്നും വിചാരിക്കണ്ട. സത്യാമ്മയുടെ സ്വഭാവം അറിയാലോ. എന്നെ തന്നെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞാനും അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചങ്ങനെ ജീവിക്കുന്നു. നമ്മള് അങ്ങനെയല്ലേ. ശാന്ത സത്യാമ്മയുടെ കാര്യം നോക്കണ്ട, രാഘവൻ സാറിന്റെ കാര്യം നോക്കിയാ മതി. ഞാൻ ഈ ഓടി നടക്കുന്നതെല്ലാം രാഘവൻ സാറിന്റെ അസുഖം ഭേദമാക്കാൻ പറ്റും എന്ന ഒറ്റ വിശ്വാസത്തില. ഈ മത്സരത്തിൽ നിന്നും വിജയിച്ചു കിട്ടുന്ന പണം ഉണ്ടെങ്കിൽ എന്റെ സാറിന് ചികിത്സിക്കാൻ പറ്റുമല്ലോ. ശാന്തിജി, ഇപ്പൊ മറ്റൊന്നും വിചാരിക്കണ്ട. വിഷ്ണുട്ടന്റെ അച്ഛന് വേണ്ടിയിട്ടല്ലേ. നമുക്ക് സഹായിച്ചേ പറ്റൂ. ശാന്തിജി കൂടി ഈ അവസാന സമയത്ത് കൈവിട്ട പിന്നെ സത്യാമ്മയ്ക്കൊപ്പം പിന്നെ ആരും ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് ഈ മത്സരത്തില് സത്യാമ്മയ്ക്ക് ജയിക്കാനും പറ്റില്ല. ശാന്തിജി ഒന്നും പറഞ്ഞില്ല. ഞാനിപ്പോ എന്ത് പറയാനാ കുഞ്ഞെ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോ ഞാൻ എങ്ങനെ പറ്റില്ല എന്ന് പറയുന്നത്? നിങ്ങളെ രണ്ടുപേരെയും എനിക്കങ്ങനെ തള്ളിക്കളയാനാവില്ലല്ലോ.